ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഈ കുറുമ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. 3 ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കറിവേപ്പില എന്നിവ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് 3 വലിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 10-12 ചെറിയ ഉള്ളി നല്ലോണം തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യണമെന്നില്ല, കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഈ 2 ഉള്ളികളും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. 1 പിടി വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും 6 പച്ചമുളകും നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. 1 കിലോ മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി 3 വലിയ ഉള്ളിയാണ്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത 3 പച്ചമുളകും 6 മീഡിയം സൈസിലുള്ള പച്ചമുളക് പേസ്റ്റ് രൂപത്തിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഈ കുറുമയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങൾ എടുക്കുന്ന മട്ടനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. ഇനി ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ 4 പൊടികളും ചേർത്ത് കൊടുത്ത് ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇവ നല്ലോണം ഈ മസാലയുമായിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മട്ടൻ വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/4 പാൽ 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് ആദ്യത്തെ 1/4 പാൽ മാറ്റി വെക്കുക. 1.5 ഗ്ലാസ് വെള്ളത്തിൽ 2-ാം പാലെടുത്തതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ മട്ടൻ വേവിച്ചെടുക്കുന്നത്. മട്ടന് മുകളിൽ നിൽക്കും വിധം വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് വേവിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6 വിസിൽ വരെ വേണം വേവിച്ചെടുക്കാൻ. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. വേവിക്കുമ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കാം.
ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. മട്ടൺ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ മഞ്ഞ കളറ് മട്ടൻ്റെ നെയ്യാണ്. വേറെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുകളിൽ മഞ്ഞ കളർ കാണുന്നതേ ഉള്ളൂ. കറി വൈറ്റ് കളറാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തൂമിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.